ഫ്രണ്ട്സ്, അലിനെയും മനുവിൻ്റെയും വരാനിരിക്കുന്ന ഒരു സ്റ്റോറിയിലേക്ക് ഏവരും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഉറപ്പിച്ചുകൊണ്ട് വീഡിയോയിൽ കിടക്കാം. അങ്ങനെ ഇന്ന് മുതൽ നമ്മൾ നോവൽ ബേസ്ഡായിട്ടുള്ള ഒറിജിനൽ കഥ, നോവൽ ബേസ്ഡായിട്ടുള്ള കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് ചിലപ്പം 2 ആഴ്ച 3 ആഴ്ച ഒരു മാസത്തിനുള്ളിലാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം നമുക്കത് ഈ അടുത്ത ദിവസം എന്നെ കാണിച്ചൊരു പ്രൊമോ വീഡിയോ ഉണ്ട്. നമ്മുടെ സ്റ്റാലിൽ പട്ടികളൊക്കെ ആയിട്ട് ഓടുന്ന ഒരു പട്ടിപ്രേമിയാണെന്ന് തോന്നുന്നു. പട്ടികൾ വളർത്തുന്നതായിട്ടുള്ളൊരു സിറ്റുവേഷനൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രൊമോ വീഡിയോ കാണുന്നു. അപ്പം ആ ഒരു സിറ്റുവേഷനിലേക്ക് കടക്കുന്നതായിട്ടുള്ള എപ്പിസോഡ് ഉടനെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ അലീന സ്റ്റാലിൻ്റെ വീട്ടിലെത്തി അവിടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവിടുത്തെ ബൈജു, രാജപ്പൻ, പൗലോസ് ഇങ്ങനെ 3 പേര് അവിടുത്തെ ജോലിക്കാരൊക്കെയാണ്. അപ്പോൾ ഈ പൗലോസാണ് അവിടുത്തെ അടുക്കളയിലും കാര്യങ്ങളൊക്കെ ജോലി ചെയ്യുന്ന ആൾ. അപ്പോൾ ഇയാൾ കൂടുതലായിട്ട് ചോദിക്കുന്നുണ്ട്, ഈ ആവതക്കുട്ടി അച്ഛൻ നേരത്തെ നിന്ന പോലെ ആയിരുന്നല്ലോ, പുള്ളിയാണ് വെട്ടുന്ന തുണ്ട് രണ്ടെന്ന് പറഞ്ഞൊരു സ്വഭാവക്കാരനായിരുന്നു. പക്ഷേ ഈ അലീന വന്നതിന് ശേഷം പുള്ളിയുടെ സ്വഭാവം മാറി. അവളെ ഇത്ര വലിയ കാര്യമായിട്ട് കാണേണ്ട കാര്യം എന്താ? അത്രമാത്രം അവളൊരു പ്രാധാന്യമുള്ള ആളാണെന്നുണ്ടെങ്കിൽ നമുക്കത് തിരിച്ചറിയണം തന്നെയാണ്. അത് നമ്മൾ കണ്ടുപിടിച്ചേ പറ്റുകയുള്ളൂ എന്നുള്ള രീതിയിൽ ഒരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചർച്ച നടത്തിക്കൊണ്ട് വരുമ്പോഴത്തേക്ക് ആവതക്കുട്ടി അച്ഛൻ വരുന്നുണ്ട്. വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് പരിപാടി എന്നൊക്കെ ചോദിക്കുന്നത്. ഇല്ലച്ചാ ചുമ്മാ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുകയാണ്. അതിന് അടുത്ത സീൻ കാണിക്കുന്ന നമ്മുടെ അലീന അടുക്കളയിൽ ചെല്ലുമ്പോഴത്തേക്ക് ഈ നോക്കുമ്പോഴത്തേക്ക് അവിടെ എല്ലാം അലങ്കോലമായിട്ട് കിടക്കുന്ന ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വെക്കുന്നതിനും കുടിക്കുന്നതും പറയുന്നതിനെല്ലാം കണക്ക് ഒരു ചിട്ടയും ഒന്നും ഇല്ല. മാത്രമല്ല എല്ലാത്തിനും ഭയങ്കര ദുർച്ചെലവ്. ഇതെല്ലാം കാണുമ്പോഴത്തേക്ക് അതായത് വേസ്റ്റ് ആക്കുന്ന സാധനങ്ങളുടെ അളവ് കൂടുതലാണ്. അപ്പം ചോദിക്കുന്നുണ്ട്, പൗലോസേട്ടാ ഇതെന്താ ഇങ്ങനെ? കാരണം ഇതിൻ്റെ അളവ് കൂടുതലാണല്ലോ, ഇതൊക്കെ നിങ്ങൾ വേസ്റ്റ് ആക്കുന്ന കാര്യം. എത്രയോ കുട്ടികൾ അനാഥാശ്രമത്തിലും അവിടെ ഇവിടെ എല്ലാം കുട്ടികൾ ഒരുപാട് ഭക്ഷണം കിട്ടാതെ നടക്കുന്ന ഓരോ വ്യക്തികളും കൊണ്ടല്ലോ, എന്തുകൊണ്ട് ഇത് നിങ്ങളിങ്ങനെ ചെയ്യുന്നു ചോദിക്കുമ്പോഴത്തേക്ക്, കൊച്ചേ നീന ഇവിടെ ആദ്യമായിട്ടാണ് ഇവിടുത്തെ സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെ തന്നെ. ഞാനിവിടെ ജോലിക്ക് നിൽക്കുക എന്ന് പറഞ്ഞാൽ 10-28 വർഷമായിട്ടുള്ളൂ. എന്നോട് ഇങ്ങനെ ആരും ചോദ്യം ചോദിച്ചിട്ടില്ല, എൻ്റെ അടുത്ത് ആരും തട്ടിക്കയറിയിട്ടുമില്ല. നീയാണ് ആദ്യം ഇത് ചെയ്യുന്നത്. സോറി, നിനക്കതിൻ്റെ അധികാരം എന്താ? നിനക്ക് നിൻ്റെ രീതിയിൽ ചോദിച്ച കാര്യത്തിൽ ഇടപെട്ടാൽ പോരെ? നിനക്കിപ്പം മുതലാളിയുടെ അടുത്തുള്ള ആളാണെന്നുണ്ടെങ്കിൽ പോലും നിനക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നീ മുതലാളിയുടെ അടുത്ത് പറയാം, ഞാൻ ആ സമയത്ത് ഇവിടെ ജോലി വിട്ടിറങ്ങാം എന്ന് പറയണം. അതുകൊണ്ട് അത് കഴിഞ്ഞുകൊണ്ട് പൗലോസേട്ടനും രായപ്പനെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഇന്ന പോലെ അവൾ ഭയങ്കര രീതിയിൽ നമ്മളെ ചാടിക്കുന്നുണ്ട് അതായതെന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് കഴിഞ്ഞുകൊണ്ട് അലീന പറയുന്നുണ്ട്, പൗലോസേട്ട ഞാൻ ഈ വീട്ടിൽ നിൽക്കത്തുടർന്ന കാലം പൗലോസേട്ടൻ കാണിക്കുന്നതായിട്ടുള്ള ഈ പ്രവൃത്തി ഇത് കണ്ടിന്യൂ ചെയ്യാൻ ഞാൻ അനുവദിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. നീ എന്നെ കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കാത്തെന്ന് പറയുമ്പോൾ ഇങ്ങനെ വേസ്റ്റാക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അതങ്ങനെ ഉണ്ട്, നീ നിൻ്റെ മുതലാളി എടുത്തോ അല്ലെങ്കിൽ നീ ഇവിടുത്തെ അച്ഛനോട് എല്ലാം വേണ്ടി പറ എന്നൊക്കെ പറയണം. അത് ഞാൻ ഫുഡ് കഴിക്കാനിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റാലിൻ ചോദിക്കുന്നത്, നീ അലീന നീ പൗലോസിനോട് തട്ടിക്കയറി എന്നൊക്കെ അറിഞ്ഞില്ല, അവൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു പറഞ്ഞ്. ഞാൻ തട്ടിക്കയറുന്നില്ല, വഴക്കുണ്ടാക്കിയിരുന്നില്ല അച്ഛാ, കാര്യം പറഞ്ഞു ഇതിനകത്ത് വേസ്റ്റ് ആകുന്നിട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കി അതങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തോളൂ എന്ന് പറഞ്ഞു. നീ എന്തിനാവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കാൻ പോകുന്നത്? നിന്നെ ഇവിടെ ഏൽപ്പിച്ച് നീ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നീ നിൻ്റെതായിട്ടുള്ള രീതിയിൽ നീ മകളാണ്, ആ മകളുടെ സ്ഥാനത്ത് നിന്ന് ഈ അതായത് 5-ൻ്റെ 10-ൻ്റെതായിട്ടുള്ള കണക്ക് പറഞ്ഞ് പോയി ഒരു വേലക്കാർക്ക് താന്നു കൊടുക്കേണ്ട ആളല്ല നീ എന്ന് പറയുകയാണ്. ഉടനെ അതുകൂട്ടി വെച്ച് തന്നെ അവിടെ വരുന്നുണ്ട്. അവിടെ പുള്ളിക്കാരൻ ചോദിക്കുന്നു, മോളെ നീ നിൽക്കേണ്ട സ്ഥാനം അറിയാമല്ലോ, വേലക്കാരത്തൊക്കെ ഇടപെടേണ്ട കാര്യമുണ്ടോ? അത് അവനൊക്കെ 10-28 വർഷമായിട്ട് ഇവിടെ നിൽക്കുന്ന ആൾക്കാരാണ്, അവർക്ക് നമ്മൾ തട്ടിക്കയറേണ്ട ഒരു 5-ൻ്റെ 10-ൻ്റെ കണക്കൊന്നും പറയേണ്ട കാര്യമില്ല, നിനക്ക് നിൻ്റെതായിട്ട് രീതി ജീവിച്ചു പോകുന്ന പറയുമ്പോഴത്തേക്ക് ഉടനെ സ്റ്റാൻലി പറയുന്നുണ്ട്, ഇനി മേലാൽ ആ അടുക്കളയിൽ പോകുകയോ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ഒന്നും നോക്കുകയോ ചെയ്തത്, അതിൻ്റെ കാര്യത്തിൽ ഞാൻ നോക്കിക്കോളാം. അവരെന്തെങ്കിലും തെറ്റ് ചെയ്താലോ ഇതൊക്കെ ചെയ്താലും ഞാൻ നോക്കിക്കോളാം, നീ അത് ഇടപെട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നും മിണ്ടാതെ നിൽക്കുവാണ്. അപ്പം ഇതെല്ലാം കേട്ടുകൊണ്ട് ഒരു ചുമരിൻ്റെ അപ്പുറത്ത് നമ്മുടെ പൗലോസ് നിന്ന് ഇതെല്ലാം രസിക്കുന്നുണ്ട്. കാരണം ഞാൻ അലീനയെ വഴക്ക് പറയുന്നത്, അതായത് സ്റ്റാൻലിയും അവതക്കുട്ടിയച്ഛനെല്ലാം വഴക്ക് പറയുന്നത് കണ്ടുകൊണ്ട് നിൽക്കുവാണ്. അപ്പോൾ അടുത്ത ദിവസം രാവിലെ തന്നെ പൗലോസൊക്കെ മാർക്കറ്റിൽ പോയിട്ട് മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ അടുക്കളയിൽ നിൽക്കുമ്പോഴത്തേക്ക് പൗലോസും ബൈജു എല്ലാം നിൽക്കുമ്പോഴത്തേക്ക് ബൈജു ചോദിക്കുന്നുണ്ട്, പൗലോസേട്ടാ, അപ്പോൾ അലീന അവിടെ വരുന്നു, പൗലോസേട്ടാ മീനൊക്കെ വെട്ടുന്നത് സൂക്ഷിച്ച് വേണം കേട്ടോ എന്ന് പറയുമ്പോഴത്തേക്ക് പൗലോസ് പറഞ്ഞാൽ ഞാനൊരു സ്കെയിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാ, ഇനി അളന്നും കുറിച്ചല്ലേ വെട്ടാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുക. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പം ഇത് സ്ലാബിന് മേലെടുത്ത് വെക്കുക. എന്നിട്ട് ഒരു വെട്ടുകത്തി എടുത്തിട്ട് കറക്റ്റായിട്ട് വാലിൻ്റെ ഭാഗത്ത് ഒരു 1/2 കിലോ
തുണ്ടം തന്നെ വെട്ടിക്കളയുന്നുണ്ട്. അതായത് അരക്കിലോ ദശ തന്നെ കളയുന്നു, ഇറച്ചി തന്നെ എടുത്ത് കളയുന്നുണ്ട്. അതുപോലെ തലയുടെ ഭാഗത്ത് ഒരു 3/4 കിലോ അടുപ്പിച്ച് വെട്ടിത്തൂറുകയാണ്. അതൊരു നെയ്മീനായിരുന്നു. അപ്പോൾ അത്ര വലിയ മീൻ അത്രയും ഭാഗം വലിച്ചെറിയുന്ന രീതിയിലുള്ളൊരു വെട്ടിയത്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ അലീനയുടെ മനസ്സങ്ങോട്ട് പെടയുന്നുണ്ട്. കാരണം ഇത് വേസ്റ്റിലേക്കാണല്ലോ പോകുന്നത്. ഇത്രയും ആഹാരം അത് എത്തേണ്ടതായിട്ടുള്ള കൈകളിൽ എത്തുന്നുമില്ല, കാണിക്കുന്ന അഹങ്കാരത്തിനൊരു കണക്കുമില്ല എന്ന് ഓർത്തിട്ട് ആണെങ്കിൽ അങ്ങനെ ഒരു സ്തംഭിച്ച് നിൽക്കുന്നൊരവസ്ഥയിലാണ് നമ്മുടെ അലീന നിൽക്കുന്നത്. അതേ സമയത്ത് ഇത് വെട്ടിക്കഴിഞ്ഞ് ഈ ബാക്കിയുള്ള ഭാഗത്ത് അവിടെ സ്ലാബ് മേലിട്ടിട്ട് നേരത്തെ ചെയ്തുകൊണ്ടിരുന്നിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ പൗലോസേട്ടൻ പോവാണ്. ഉടനെ പൗലോസേട്ടൻ പോകുമ്പോഴത്തേക്ക്, പൗലോസേട്ടാ ഈ കാണിച്ചത് മോശമാണ്, മര്യാദയ്ക്ക് ആ വെട്ടിയിട്ടേക്കുന്ന സാധനം എടുത്ത് ഇങ്ങോട്ട് വെക്കാൻ പറഞ്ഞ്. അതിൻ്റെ അത് ഇറച്ചി ഇഷ്ടം പോലെ ഉണ്ട്, ഇറച്ചി അതങ്ങനെ വെറുതെ കളയേണ്ടതല്ല, വേസ്റ്റാക്കി കളയേണ്ടതല്ല എന്ന് പറയുകയാണ്. ഉടനെ ഞാൻ ചെയ്തില്ല, നീ ആരെന്നോട് ചോദിക്കാമെന്നൊക്കെ ചോദിക്കുമ്പോഴത്തെ അവിടെ പൗലോസ് അതാണ് അവതുകുട്ടി അച്ചാനും സ്റ്റാലിനും കടന്നു വരുവാണ്. സ്റ്റാലിനും കടന്ന് വന്നു കഴിയുമ്പോഴത്തേക്ക് തന്നെ പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് എന്താ വിഷയം എന്ന് ചോദിക്കുകയാണ്. ഉടനെ പറയുക, ഇത് കാണിക്കുന്ന കണ്ടോ വെല്ലിച്ച, അല്ല ഇത് കാണിക്കുന്നുണ്ടോ എന്ന് പറയും. വെല്ലിച്ചെന്ന് വിളിക്കത്തില്ല. അപ്പോൾ ഇത് കാണിക്കുന്ന കണ്ടോ, ഇത് ഭയങ്കര രീതിയിലുള്ള, അതായത് ദശ മാത്രം പോകേണ്ടത്, അല്ല വേസ്റ്റ് മാത്രം പോകേണ്ട ഭാഗത്ത് ദശയും കൂടെ എടുത്ത് കളയുന്ന ഒരു അവസ്ഥയാണ് ഈ ചേട്ടൻ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്താ നിൻ്റെ വിഷയം എന്ന് ചോദിക്കും. ഉടനെ സ്റ്റാലിൻ ചോദിക്കുന്നത്, എന്താ അലീന നിന്നോട് വിഷയം, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളല്ലോ അടുക്കളയിൽ വരരുത് പറഞ്ഞിട്ടുള്ളല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയാം, അടുക്കളയിൽ വരരുത് പറഞ്ഞിട്ടുണ്ട്, ശരിയാ, എന്തുകൊണ്ട് അടുക്കളയിൽ വന്ന് കാര്യങ്ങൾ തിരക്കുമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ, പക്ഷെ അവിടെ തിരക്കുന്നില്ല, തിരക്കാത്തതുകൊണ്ട് എനിക്ക് വന്നേ പറ്റത്തുള്ളൂ പറഞ്ഞു. നീ എന്തിന് ഇതിലൊക്കെ കാര്യത്തിൽ ഇടപെടുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മുടെ പൗലോസേട്ടൻ കൂടുതലായിട്ട് അടുത്ത് നിൽക്കുക, സ്റ്റാൻഡിൽ കൂടുന്നുണ്ട്. സാറേ കണ്ടോ സാറേ, ഞാൻ ഇത്തിരി ഇത് വേസ്റ്റ് കളയുന്നതിനാണ്, അത് വേസ്റ്റായിട്ട് പോകുന്ന സാധനം കളയുന്നതിനാണ് എന്നെ ഇത്ര ചൂടാക്കുന്നത്, എന്നോട് ഇത്ര ചൂടാകുന്ന എന്ന് എടുത്ത് പറയുമ്പോഴത്തേക്ക് പറയുകയാണ്, പൗലോസേട്ടാ ഞാനൊരു കാര്യം പറയാം, ഞാൻ ഈ നിൽക്കുന്ന സ്റ്റാൻലി എൻ്റെ അപ്പനാണ്, ചേട്ടൻ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും പറയാം, അതുകൊണ്ട് പറയുക, ചേട്ടന് 15 ദിവസം അല്ലെങ്കിൽ ഇന്ന് ഈ സംഭവം, അതായത് വേസ്റ്റായി കിടക്കുന്ന സാധനം എടുത്ത് ക്ലിയർ ആയിട്ട് ഇവിടെ വെച്ചില്ല എന്നുണ്ടെങ്കിൽ ചേട്ടന് 10-28 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നതായിട്ടുള്ള കണക്കൂട്ടലൊന്നുമില്ല. ഇവിടുത്തെ പണിക്കാർ 10-28 പണിക്കാരുണ്ടെന്ന് പറഞ്ഞാലും അവരെയൊക്കെ വെച്ച് പിറക്കി അവരെ നോക്കേണ്ട ഒരു ഉത്തരവാദിത്തം എനിക്കുണ്ട്, ഞാനത് ക്ലിയർ ആയിട്ട് ചെയ്തിരിക്കും. പിന്നെ ചേട്ടനെ ഇത് എടുത്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ നിൽക്കുന്ന എൻ്റെ ഈ അച്ഛൻ നോക്കി നിൽക്കാൻ ഞാൻ പറയാം, ചേട്ടന് ജോലി ഇവിടെ കാണത്തില്ല, ചേട്ടന് ജോലി വേണം, മര്യാദയ്ക്ക് ഇവിടെ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേട്ടൻ അത് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ഒറ്റ പോക്കാണ് നമ്മുടെ അലീന ചെയ്യുന്നത്. അതിൻ്റെ പുറകെ എന്ത് ചെയ്യും ഏത് ചെയ്യുമെന്ന് അറിയാത്ത രീതിയിൽ നമ്മുടെ സ്റ്റാൻലിയും അവതുകുട്ടി അച്ഛനൊക്കെ നിൽക്കുക. ഉടനെ സ്റ്റാൻലി എൻ്റെ പുറകെ ഇറങ്ങി പോകുമ്പോഴത്തേക്ക് അവതുകുട്ടി അച്ഛൻ പറഞ്ഞു, എടാ നീ അതെടുത്തേന്ന് ചോദിച്ചു. അത് എടുക്കാൻ പറയാം. അപ്പം വേസ്റ്റിൻ്റെ ആ ബോക്സിൻ്റെ അത് എടുക്കുമ്പോഴത്തേക്ക് ഒരുപാട് ഇറച്ചി എൻ്റെ തിരിക്കുന്ന കാണുമ്പോഴത്തേക്ക് എടാ തോന്നിയാസം കാണിക്കുന്നതിന് ഒരു അതിരുണ്ട്. ആ കൊച്ചു പറഞ്ഞാൽ എന്താണ് തെറ്റിരിക്കുന്നത്, ഇത്രയും വേസ്റ്റ് കൊണ്ട് കളയാൻ വേണ്ടി നിനക്ക് എന്നാണ് ഇത് അതിരുകളെ, നീ ഉണ്ടാക്കിയ സാധനമാണോ, അവളല്ലെങ്കിൽ പറഞ്ഞതിൻ്റെ തെറ്റുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അവനോ പെട്ടെന്ന് പറയുമ്പോഴത്തേക്ക് എന്നിട്ട് പെട്ടെന്ന് പറഞ്ഞ് അതുകൂടെ ഞാനും പറഞ്ഞിട്ട് പെട്ടെന്ന് ഇറങ്ങിപ്പോവാണ്. ആ സമയത്താണ് നമ്മുടെ വീട്ടിലിരിക്കുന്നതായിട്ടുള്ള നമ്മുടെ അലീനെ റൂമിൻ്റെ അതിരിക്കുന്ന അലീനയുടെ വാതിക്കൽ ചെന്നിട്ട് അതുകുട്ടി അനുപൊരു കാര്യം സീൻ കാണിക്കുന്നുണ്ട്. ഇത്ര നാൾ നമുക്ക് അറിയത്തില്ലായിരുന്നല്ലോ, അത് ബൈജുവും പൗലോസേട്ടനും ഒക്കെ രാജപ്പനൊക്കെ ഒന്ന് അങ്ങോട്ട് ഒന്ന് പറയും, ഇത് ഇത്ര നാൾ നമ്മൾ അറിയത്തില്ല, അതായത് അലീന ഈ സ്റ്റാൻലി അച്ഛൻ അതിൽ ലാലിച്ചൻ്റെ മകളാണെന്ന് അറിയത്തില്ലായിരുന്നല്ലോ, അതുകൊണ്ടാണല്ലോ അവൾ ഇത്ര അധികാരം കാണിച്ച്. പക്ഷേ സാധാരണ വേറെവരൊക്കെ ആണെങ്കിൽ ഇതിനും കൂടുതൽ വലിയ അധികാരം കാണിച്ചേനെ, അവൾ നമ്മൾ ചെയ്തിട്ടുള്ള കറക്റ്റ് തെറ്റാണ് എടുത്ത് പറഞ്ഞതെന്നുള്ള രീതിയിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അലീനയുടെ റൂമിൻ്റെ വാതിക്കൽ ചെന്നിട്ട് സ്റ്റാൻലി ചോദിക്കുന്നത്, അലീന ഒന്ന് വരാമെന്ന് ചോദിക്കും. വന്ന് ചോദിക്കുക, എന്താ അച്ഛാ, എന്താ ഒപ്പം കാര്യം എന്ന് പറഞ്ഞു. നിന്നോട് ഞാൻ പറഞ്ഞില്ല മര്യാദയ്ക്ക് നിന്ന് സംസാരിക്കണം പ്രവർത്തിക്കണം എന്ന് പറഞ്ഞില്ല, അവർ 10-28 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നത്, എനിക്കിതിൻ്റെ അകത്തൊരു 5, 10, 1 ലക്ഷം രൂപ ഒക്കെ കളഞ്ഞു പോകുന്നില്ല, അല്ലെങ്കിൽ ഇത്തിരി വേസ്റ്റായി പോകുന്നില്ല, എനിക്കിവിടെ ഒരു കുഴപ്പം പറ്റുന്നില്ല, ഈ മരിച്ചു പോകുമ്പോഴത്തേക്ക് ഞാനിവിടെ നിന്നും കൊണ്ടുപോകുന്നില്ല, നീ പിന്നെ എന്തിനാ ഈ എന്നെ ഇത്ര ലാഭിപ്പിക്കാൻ നോക്കുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക്, അച്ഛാ ഒരു കൊച്ചുണ്ട്, ഒരു കൊച്ച് പണ്ട് 10-23 വർഷം ഇത്തിരി ആഹാരത്തിന് വേണ്ടി ഒരു അനാഥാശ്രമത്തിൻ്റെ വാതിൽപ്പടിയിൽ ഇങ്ങനെ ചോറും കാത്ത് ആഹാരം കാത്ത് നിന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ആ അവസ്ഥ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇന്ന് ഇവിടെ കളയുന്ന ആ ഒരു ആഹാരമില്ലേ, എന്നെപ്പോലെ ഒരുപാട് അലീനമാർ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം അച്ഛനത് കാണിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ്, അതായത് ജോലിക്കാരങ്ങനെ തക്ക സമയത്ത് തക്കതായിട്ട് രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്ന് പറയുന്നത്. എടി അലീനമോളെ ഒരു കാര്യം ചോദിക്കട്ടെ, നീ ഇന്ന് വരെ എന്നെ ആരും എതിർത്ത് പറഞ്ഞിട്ടില്ല. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അവരിത്തിരി അങ്ങനെ വേസ്റ്റ് ആക്കുന്നതിൽ എന്താ കുഴപ്പം കാണിക്കുന്നത്? അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നാളെ കറിക്കകത്ത് ഇത്തിരി ഉപ്പ് കൂട്ടിയോ പുളി കൂട്ടിയോ ഒക്കെ ഇടുമ്പോഴത്തേക്ക് അത് നമ്മളല്ലേ ഭക്ഷിക്കേണ്ടി വരുന്നതെന്ന് ചോദിക്കും. കാരണം അച്ഛൻ ഇത് പറയുന്നത് ശരിയാണോ, അല്ലെ പപ്പ ഇത് പറയുന്നത് ശരിയാണോ? കാരണം എന്ന് പറഞ്ഞാൽ ഒരു ജോലിക്കാരന് പെർഫെക്റ്റായിട്ട് ജോലി ചെയ്യാൻ വേണ്ടിയാണ് അവന് ശമ്പളം കൊടുക്കുന്നത്. അതിൻ്റെ അകത്ത് ഉപ്പും മുളകും ഒക്കെ കൂടുതൽ ഇടുവാണെങ്കിൽ അവരെ നമുക്ക് അങ്ങനെ ജോലിക്കാരെ വേണ്ട. ഈ നാട്ടിൽ ഇഷ്ടംപോലെ ജോലിക്കാരെ നമുക്ക് കിട്ടുമല്ലോ. മാത്രമല്ല ഇവിടെ 10-28 ജോലിക്കാരെ ജോലിക്കാർക്ക് മറ്റുള്ളവർക്ക് വേണ്ടി വെച്ച് പെറുക്കി കൊടുക്കാനുള്ള കഴിവും ശേഷിയൊക്കെ എനിക്കുണ്ട്. അതറിഞ്ഞും കണ്ടിട്ടാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. അങ്ങനെ ജോലിക്കാർ ഇട്ടെറിഞ്ഞിട്ട് പോകുന്നുള്ള പേടിപ്പിരുന്ന് എൻ്റെ അടുത്ത് നടക്കത്തില്ല. ഞാൻ ഇങ്ങനെ തന്നെ ആകത്തുള്ളൂ. എൻ്റെ അപ്പൻ്റെ സ്വത്ത് അങ്ങനെ വേസ്റ്റ് ആക്കാൻ പറ്റത്തില്ല. വേണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, അച്ഛൻ ഇത്രയും കാശ് അല്ലെങ്കിൽ ഒരു മാസം എനിക്ക് ടൈം ഇതാ, ഇവർ ഇത്ര നാൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എന്തൊക്കെയാണ് ചെയ്തത്, ഞാൻ ഇനി എന്താ ചെയ്യുന്നത്, ഈ കണക്ക് കാര്യങ്ങൾ ഈ കാര്യങ്ങളെല്ലാം നോക്കി ഈ തോട്ടത്തിലുള്ള കാര്യം അടുക്കളയിലെ കാര്യങ്ങളെല്ലാം നോക്കി ഞാൻ നടത്തി തരാം. ആ നടത്തി തരുന്നിട്ട് എത്ര രൂപ നിങ്ങൾക്ക് ബാലൻസ് നിൽക്കുന്നുണ്ടെന്ന് കാണാൻ പറയാം. ഇത്രയും രൂപ സ്റ്റാലി പറയും, ഇത്രയും രൂപ എനിക്ക് കിട്ടിയിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്, എനിക്കിപ്പം പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാനില്ല എന്ന് പറയുക. പോകുമ്പം കൊണ്ടുപോകാനില്ല, പക്ഷേ അപ്പം സ്റ്റാലി എടുത്ത് പറയാം, നിനക്ക് പൈസയുടെ ആവശ്യമാണോ? പൈസ വേണമെന്നുണ്ടെങ്കിൽ 5, 10, 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം, 5 ലക്ഷം എത്ര വേണം നിനക്ക് തരാം എന്ന് പറഞ്ഞു. എനിക്ക് പൈസയുടെ ആവശ്യമില്ല, ലാഭം കിട്ടുന്ന കാശ് കറക്റ്റായിട്ട് നമുക്ക് വേറെ പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. ഒരു അനാഥാശ്രമത്തിന് വേണം കൊടുക്കാം. മറ്റുള്ളവർക്ക് ഫുഡില്ലാതെ നടക്കുന്നത്, വസ്ത്രമില്ലാതെ നടക്കുന്നവർക്ക് എന്തെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ പപ്പ ഇതുകൊണ്ട്? അല്ലാതെ വേസ്റ്റാക്കി കളഞ്ഞിട്ട് എന്ത് പ്രയോജനമാണ് മനുഷ്യൻ നമുക്ക് ഉണ്ടാകുന്നത്? അതുകൊണ്ട് ഇനി മേലെ ഇങ്ങനെ കളയാൻ അനുവദിക്കത്തില്ല. അത് മാത്രമല്ല ഇവിടുത്തെ കാര്യം ഞാൻ ഏറ്റെടുക്കുന്നത് ഏറ്റെടുത്തിരിക്കുന്നു പറയുമോ അണ്ണേ? അത് മാത്രമല്ല, നീ എന്തിനാ അവരുടെ മുമ്പേ ഞാൻ എൻ്റെ അച്ഛനാന്ന് പറഞ്ഞ് അത് പറയണ്ടായിരുന്നു എന്ന് ചോദിച്ചു. നിന്നെ ഇവിടെ ഒരു ക്ലബ്ബിൽ കൊണ്ടു നിർത്തിയിട്ട് എല്ലാവരുടെ മധ്യേ എൻ്റെ മകളാണ് നീ എന്ന് പറയാനിരിക്കുമായിരുന്നു ഞാൻ. അത് നീ വെറും ഈ വേലക്കാരുടെ മുമ്പേ വെച്ച് എൻ്റെ മാനം കളഞ്ഞല്ലോ. മാത്രമല്ല വേലക്കാരുടെ മുമ്പേ എൻ്റെ മാനം കളയുന്ന പരിപാടി നീ ചെയ്തത്. കാരണം ഇന്നേ വരെ എന്നെ ആരും എതിർത്തില്ല. പക്ഷേ ഇപ്പോൾ എന്നെ എതിർക്കാൻ വേണ്ടി ഒരാളിവിടെ ഉണ്ടായെന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ മാന്യതയ്ക്ക് ഒരു ഭംഗം വരുന്ന പോലെ ഇനി മേലെ ഇത് ആവർത്തിച്ചേക്കെന്ന് പറയുമ്പോഴത്തേക്ക് അലീന തല കുനിക്കുവാണ്. അപ്പം അത്രമാത്രം ഹാർട്ടായിട്ടുണ്ട്. അതായത് ഇത്ര വലിയൊരു മിലിറ്ററി അതായത് സോൾജറായിട്ടിരുന്നൊരു ആ വ്യക്തി ഒരു വേലക്കാരുടെ മുമ്പേ ഒരു പെണ്ണ് പറയുന്നത് കേട്ട് അനുസരിച്ച് അല്ലെങ്കിൽ അവളുടെ മുമ്പ് തല താഴ്ത്തി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നല്ലോ. അതായത് ആരും പറഞ്ഞാലും കേൾക്കാത്തൊരു വ്യക്തി അലീന പറയുമ്പോഴത്തേക്ക് തല താഴ്ത്തി നിൽക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന മാനസികാവസ്ഥ ആർക്കും പറഞ്ഞാൽ മനസ്സിലത്തില്ല. അത്രമാത്രം ഒരു ഹർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ നമ്മുടെ സ്റ്റാൻലിക്ക്. അപ്പം അത് ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടാണ് തല കുനിച്ച് നിൽക്കുന്ന നമ്മുടെ അലീന കാണാൻ സാധിക്കുന്നത്. ഇതെല്ലാം കോർത്തിരിക്കേണ്ട ഒരു അടിപൊളി വിശേഷമാണ് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ കാണാനിരിക്കുന്നത്. ഇനിയുള്ള ഗംഭീരമായിട്ടുള്ള വിശേഷങ്ങൾ ഈ ചാനലിൽ ഉടനെ തന്നെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മണിക്കും 3 മണിക്കായിട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്യാണ്. ഇന്ന് ഇത്തിരി വൈകിപ്പോയി. ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ട് കൂടുതൽ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങളോട് പറയുന്നത് സൈനിങ് ഓഫ്. താങ്ക് യു.